അർജുനൻ കർമ്മവാസനാബദ്ധനായതുകൊണ്ട് സദാ തത്വവിചാരത്തിൽ മുഴുകാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. അതുകൊണ്ട് യോഗബുദ്ധി അംഗീകരിച്ചുകൊണ്ട് കർമ്മം ചെയ്യാനാണ് ഭഗവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനയോഗത്തിനും കർമ്മയോഗത്തിനും അധികാരി ഭേദമുണ്ടെന്നും യോഗബുദ്ധി പുലർത്തി കർമ്മം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അർജുനൻ കർമ്മയോഗത്തിനാണ് അധികാരിയാകുന്നുള്ളൂ എന്നും ഭഗവാന്റെ മറുപടി കൊണ്ട് വ്യക്തമായി കഴിഞ്ഞു. സൃഷ്ടിയുടെ ആരംഭം മുതലേ ആത്മശ്രേയസിനായി ഈ ലോകത്തിൽ ധ്യാനപരന്മാർക്ക് ജ്ഞാനയോഗവും കർമ്മപരന്മാർക്ക് കർമ്മയോഗവും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് 5000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് പെട്ടെന്നൊരു ദിവസം പുതിയൊരറിവ് ആദ്യമായി അർജുനന് ഉപദേശിക്കപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഗീതോപദേശം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളതിന്റെ ഒരു സൂചന ആദ്യമായി നൽകുന്നത് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലാണ്. അതായത് കർമ്മയോഗത്തിലെ ഈ 3-ാമത്തെ ശ്ലോകത്തിൽ.